ഹലോ ഗായ്സ്. അപ്പോൾ എന്തായാലും അനീഷേട്ടന് ഭയങ്കര സങ്കടമായി ഇന്നലെ. എന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഷാനവാസിൻ്റെ സീക്രട്ട് ടാസ്ക് അനീഷേട്ടൻ മാത്രം അറിയിച്ചില്ല. അനീഷേട്ടനെ മാത്രം എന്നുള്ളതല്ല, അനീഷേട്ടനെ ആര്യൻ, നിവിൻ, അതുപോലെ തന്നെ ലക്ഷ്മി, സാബുമാൻ, അക്ബർ ഇത്രയും പേര് അറിഞ്ഞിട്ടും അനീഷേട്ടനെ അറിയിക്കാത്തതിൽ അനീഷേട്ടന് ഭയങ്കരമായ സങ്കടമായി. കാരണം എന്ന് പറഞ്ഞാൽ ഒരു റിയൽ പുള്ളി ഒരു കണ്ടിന്യൂ ചെയ്യുന്ന പുള്ളി ഷാനവാസൊക്കെയായിട്ടുള്ളത് പുള്ളിക്ക് ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പാണ്. പുള്ളി അധികം ആരോടും അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വെക്കണ ഒരാളല്ല. കാരണം ഇതൊരു ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതിന് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി എല്ലാവരിൽ നിന്ന് അകന്ന് നിന്ന് ഗെയിം കളിക്കുന്ന ഒരാളാണ്. ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുന്ന ഒരേ ഒരാളെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കളിക്കുന്ന ഒരാളിനെ വളരെ നിർബന്ധമായിട്ടാണ് ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരേണ്ടി വന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ഐ ലവ് യു ഡിയർ ഫ്രണ്ട് എന്ന് ഗസ്റ്റ് വന്നപ്പോൾ പറയിച്ചു. ബിഗ് ബോസ് പറയിച്ചു. അങ്ങനെ ഒരു ടാസ്ക് റിയ സലീം എന്ന ഗസ്റ്റിന് കൊടുത്തു. അങ്ങനെയാണ് മൈ ഡിയർ ഫ്രണ്ട്, ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ അതിനുശേഷം നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പിരിഞ്ഞെങ്കിലും ആ ഒരു ഇതൊക്കെ മാറി വീണ്ടും അല്ല. അനീഷേട്ടൻ എപ്പോഴും മനസ്സിൽ ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു. എനിക്ക് ഇത്ര ദിവസത്തെ ഒരു കാര്യം തന്നെ പുള്ളി സ്നേഹമായിട്ടായി കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ പുള്ളി ചീറ്റ് ചെയ്തെന്ന് തോന്നിയ വിശ്വാസം ഇല്ലായ്മ അല്ലെ വഞ്ചിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി അത് പെട്ടെന്ന് തന്നെ കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. ഞാൻ അയ്യോ സ്നേഹിച്ചു പോയല്ലോ, എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എന്നൊക്കെയുള്ള എനിക്കൊന്ന് ഭയങ്കര ഒരു പാവമാണ് എന്ന്. പുറമേ നമുക്കത് സീരിയസ് ആയിട്ട് തോന്നിക്കാലും ആൾ ഭയങ്കരമായിട്ട് പാവമാണെന്ന് അത് പല കണ്ടസ്റ്റൻറ്റും അവിടെ പറയുന്നുണ്ട്. നമ്മൾ വിചാരിച്ച കണക്കല്ല, പുള്ളി വളരെ പാവമാണെന്ന്. ഇതൊരു ഗെയിമല്ലേ, ഇപ്പോൾ ഗെയിമിൽ പല രീതിയിലുള്ള ഇത് കാണിക്കണമല്ലോ. അപ്പോൾ എന്തായാലും പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ആര്യനെയും അക്ബറിനെയും നിവിനും ഒക്കെ ചേർത്തിട്ടും അതുമല്ല സാബുമാനെയും ലക്ഷ്മിയും ചേർത്തിട്ടും പുള്ളിയോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ളത്. കാരണം അത്രമാത്രം ഇത്രയും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഒരു ഫേക്ക് എവിക്ഷനാണ് ഇങ്ങനെ ഒരു സംഭവം, ഒരു സീക്രട്ട് ടാസ്ക് തന്നിരിക്കുകയാണ്. നീ അപ്പം അതിലേക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് അല്ല ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞില്ലല്ലോ. അവരെ എല്ലാം കൂട്ടിയിട്ട് പോലും അതിൽ ഒരംശം പോലും എന്നോട് കാണിച്ചില്ലല്ലോ എന്നുള്ളൊരു മാനസിക വിഷമം പുള്ളിക്ക് ഉണ്ടായതുകൊണ്ട് പുള്ളി ഇന്നലെ രാത്രിയിൽ അവരുടെ കൂടെ ഒന്നും ഫുഡ് കഴിക്കാനൊന്നും വന്നില്ല. അവിടെ ബെഡിൽ തന്നെ പോയി കിടക്കുമായിരുന്നു. എന്നിട്ട് തനിയെ ഇരുന്ന് പറയുമായിരുന്നു, ഞാൻ എത്രയും സ്നേഹിച്ചിട്ടും എന്നോടിങ്ങനെ കാണിച്ചില്ല. അപ്പോൾ ആരെയും കണ്ണടച്ച് നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ വാല്യൂ വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ ഇങ്ങനെ ഇവർ ഫുഡ് കഴിക്കാതെ ഇരുന്നപ്പോൾ ഇവരിങ്ങനെ ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാതെ അനീഷേട്ടനെ വിഷമിച്ച് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ആര്യന് ഭയങ്കര കളിയാക്കലാണല്ലോ. ആര്യൻ അവിടെ ചെന്ന് ഫുഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ അനീഷേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് ആര്യൻ ഭയങ്കര കളിയാക്കുന്നു. ആര്യൻ വിചാരിക്കുന്ന ആര്യൻ അങ്ങ് വലിയ സംഭവമാണെന്ന്. ഇത്രയും കള്ളത്തരവും ഇതെല്ലാം ചെയ്തിട്ടും ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ആര്യനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് എന്തോന്നും മനസ്സിലാവുന്നില്ല. അനീഷേട്ടൻ പറയുന്ന പോലെ തന്നെയാണ് കോർപ്പറേറ്റ് പണമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം മേ ബി. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അന്നത്തെ ഒരു പ്രശ്നത്തിന്, ജിസേലുമായിട്ടുള്ള പ്രശ്നത്തിന്, അനിമോളെ അടിക്കാൻ പോയിച്ച പ്രശ്നത്തിന്, അനിമോളെ ഇത്രയും ഡിസ്റ്റർബ് ചെയ്ത പ്രശ്നത്തിന്, അത് കണക്ക് ഈ ഒരു ടാസ്കിൽ ഇപ്പം തന്നെ കള്ളത്തരം കാണിച്ച് ബിഗ് ബോസ് തന്നെ പറഞ്ഞു ആരും സ്ക്രാച്ച് ചെയ്ത് പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ ഒന്നും പറയുന്നില്ല. ഒരക്ഷരം പോലും ബിഗ് ബോസ് ആര്യനെ ലാലേട്ടൻ പോലും നമ്മളെല്ലാ എപ്പിസോഡിലും കാണാറുണ്ടല്ലോ. ലാലേട്ടൻ ഇതുവരെ ആര്യനോട് മുഖം കറുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര മോശമാണ്. കാരണം എല്ലാവരെയും പറഞ്ഞു ഇന്ന് ഇപ്രാവശ്യം അനിമോളെ എടുത്തിട്ട് കുടയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. ആരും നോമിനേഷൻ വരുന്ന എന്തിനാണ് ക്യാപ്റ്റൻസിയിൽ ഇവർ ആഗ്രഹിക്കുന്നത്? ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് പച്ചയായിട്ട് നമുക്ക് തന്നെ അറിയാം. അനിമോൾ പറഞ്ഞതിനാണ് ഈ ഒരു എപ്പിസോഡിൽ പുതിയ പ്രൊമോ വന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് ഞാൻ കണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ എന്തായാലും പുള്ളി എന്നിട്ട് പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് പുള്ളി ഒറ്റയ്ക്ക് വന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആദിലയും നുറയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഷാനവാസിന് ഉപ്പില്ലാത്ത ഫുഡല്ലേ പണി കിട്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയത് കുറച്ച് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു സോറി എനിക്കിനി ഷാനവാസിൻ്റെ ആഹാരങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. അതങ്ങ് തിരിച്ചു കൊടുത്തിട്ട് പുള്ളിയുടെ ഫുഡ് എടുത്ത് കഴിച്ചതിന് ശേഷം എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ടിഷ്യൂ എടുത്ത് കീറി ടേബിളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു വേണ്ട ഷാനവാസ്, ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫുഡും കഴിച്ചിട്ട് പുറത്തേക്ക് പോയി. അത് പുള്ളിക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് 100% മനസ്സിലായി. കാരണം അപ്പം തന്നെ 12:30 കഴിഞ്ഞു, രാത്രി 12:30 കഴിഞ്ഞു. അവിടുത്തെയും സമയം അത്ര തന്നെ ആയിരിക്കും. അപ്പോൾ എന്നിട്ട് പുള്ളി മൈജി കോർണറിൽ വന്നിരുന്ന് ഇങ്ങനെ വിഷമിച്ചിരുന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു വോയിസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലിപ്പിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇനി അതൊരു പ്രശ്നമാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ജീവിതത്തിൻ്റെ എല്ലാം കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്ന ഒരാളാണ്. എനിക്കെന്ത് പ്രശ്നം വന്നാലും എൻ്റെ ഫ്രണ്ട്സിന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഒന്നും നോക്കാതെ എൻ്റെ ജീവൻ വരെ ഓർക്കാതെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ. നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ വിലയൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അതുപോലെ തന്നെ
ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ എന്തിനാണ് ബിഗ് ബോസ് അങ്ങനെയൊക്കെ ഐ ലവ് യു ഡിയറസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ഗസ്റ്റിനെ കൊണ്ട് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞത്, എപ്പിസോഡിലും പറയാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. കാരണം ഇതൊരു റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ. എന്നിട്ട് റിയൽ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ അർത്ഥം പോലും അറിയുമോ, ഡിയറസ്റ്റ് ഫ്രണ്ട് പോലും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തനിയെ ഇരുന്ന് ബിഗ് ബോസിനോട് സംസാരിക്കുവാണ്. വേറെ ഒരാളോട് സംസാരിക്കാൻ, കാരണം ഇങ്ങനെ പറയാനായിട്ട് അവിടെ ഒരാളില്ലല്ലോ. അപ്പോൾ ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ആരോട് എന്ത് പറഞ്ഞാലും അത് വേറൊരു രീതിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടേതായിട്ടുള്ള മാനസിക വിഷമങ്ങളിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ക്യാമറയോട് ബിഗ് ബോസിനോട് സംസാരിക്കുന്നത്. ബിഗ് ബോസ് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ നാട്ടിൽ എനിക്ക് വളരെ കൈവിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരൊന്നും ഞങ്ങൾ ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത അത്ര സ്നേഹമാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ആ സമയത്ത് ഉറങ്ങുന്ന സമയം കേട്ടോ. എല്ലാവരും അവിടെ കിടന്നുറങ്ങി, പുള്ളി മാത്രം പുറത്തിരിക്കുവാണ്. ആ സമയത്താണ് ഇങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം തനിയെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് പുള്ളി തന്നെ സ്വയം റിയലൈസ് ചെയ്തു, വേണ്ട, ഇതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്, ഇതിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട. കാരണം ഇതെനിക്ക് ബിഗ് ബോസ് കാണിച്ചു തന്നതായിരിക്കും, ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് പോയാലും ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സ്വയം റിയലൈസ് ചെയ്തിട്ട് വീട്ടിനകത്തേക്ക് കയറിപ്പോയിട്ടാണ്. പിന്നെ പോയിട്ട് ബ്രഷൊക്കെ എടുത്ത് വാഷ്റൂം ഏരിയയിലേക്ക് പോയി പല്ല് തേക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഷാനവാസിനെ കാണുന്നുണ്ട്. അപ്പം പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല, ഇനി നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണ്ട. അപ്പം പുള്ളി തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ഫ്രണ്ട്സ് ആണല്ലോ. ഇനിയുള്ള എല്ലാവരും ഇതുവരെ ഉള്ളവരായാലും ഇനിയുള്ളവരായാലും എല്ലാവരും ഫ്രണ്ട്സാണ്. അതുപോലെ അതിൽ ഒരാളായിട്ട് മാത്രം ഷാനവാസിനോട് കണ്ടാൽ മതി. ഷാനവാസിനെ കാണുന്നതായിരിക്കും നല്ലത്. ഷാനവാസ് സംസാരിക്കുമ്പോൾ സംസാരിക്കാം, മിണ്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, അത്രമാത്രം. അല്ലാണ്ട് ഹൃദയത്തിലേക്ക് എടുക്കണ്ട. ഇനി ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഒരു ഹൃദയത്തിലേക്ക് എടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് സ്വയം കുറേ നേരം ഇരുന്ന് പുള്ളിയെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അനീഷേ, മതി, ഇതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ്, ഇതൊരു റിയാലിറ്റി ഗെയിമാണ്. ഇവിടെ നീ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കളിക്കുക മാത്രം ചെയ്യുക. ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത്. നിന്നോട് അവർ കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് പോലും ചിലപ്പോൾ ഗെയിമിൻ്റെ ഭാഗമാകാം. അതുകൊണ്ട് നീ അതിനകത്ത് വീഴാൻ നിൽക്കണ്ട. നിൻ്റെ കാര്യം, നീ എന്തിനാണോ വന്നത് ആ ഗെയിമിൽ നീ സ്വയം ഫോക്കസ് ചെയ്ത് ഗെയിം കളിക്കുക. ഇല്ല, കൺഫെഷൻ റൂമിൽ ചെന്നിരിക്കുമ്പം ഇവരെയൊക്കെ ഇരുന്ന് പറയുമല്ലോ. ഇപ്പം ഷാനവാസിനെ ആയാലും അനുമോളെ ആയാലും ഇങ്ങനെ കുറേ പേരെ പറയുന്നുണ്ട്, നൂറായി, അവരെയൊക്കെ ഇങ്ങനെ ബിഗ് ബോസ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പലതവണയും കണ്ടിട്ടുണ്ട്. അതുപോലെ പുള്ളി സ്വന്തമായിട്ട് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരാം. കാരണം പുള്ളിക്ക് ഷാനവാസിനെ കാണുമ്പോൾ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്, ഒരു സങ്കടം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സങ്കടം. അതെനിക്ക് തോന്നുന്നു അത്രമാത്രം ഹൃദയത്തിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. എനിക്കത് കണ്ടിട്ട് ഭയങ്കര വിഷമമായി കേട്ടോ, ഉള്ളത് പറയല്ല. കാരണം ഞാൻ ഇന്നലെ 2 മണി വരെയും ഈ ഒരു ലൈവ് 2-2:30 വരെ ഇരുന്ന് കണ്ട ഒരാളാണ്. അപ്പോൾ തിരിച്ചു പിന്നെ വന്ന് ബ്രഷൊക്കെ എടുത്തുകൊണ്ട് പോയി പുള്ളി ബാത്റൂം വാഷിംഗ് ഏരിയയിൽ പോയിട്ട് ഫ്രഷായി. അങ്ങനെ പുള്ളിക്ക് എന്നിട്ടും ഉറങ്ങാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് അനീഷേട്ടൻ ഇത്രയും സമയം ഉറങ്ങാതിരിക്കുന്നത്. കാരണം അത്രമാത്രം പുള്ളിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായി. ആരിനെയും ഒക്കെ വിളിച്ചിട്ട് പോലും, നെവിനെയും അതുപോലെ നെവിനെ വിളിച്ചു, അതുപോലെ അക്ബറിനെ വിളിച്ചു, സാബുമാനെ ലക്ഷ്മിയെ അറിയിച്ചു. എന്നിട്ട് പോലും ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ മതിയായിരുന്നു, ഒരു ഫേക്ക് എവിക്ഷനാണ്, എനിക്കൊരു ടാസ്ക് തന്നതാണ്, നീ അതിലേക്ക് വോട്ട് ചെയ്യണം, അത് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് പൊളിയും എന്ന് കറക്റ്റാണ് പറഞ്ഞാൽ. അത് ഫ്രണ്ടിന് എന്തായാലും ഷാനവാസ് അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും അതങ്ങനെ ചില ആൾക്കാർ പറയുന്നു അത് അനീഷിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അനീഷ് അങ്ങനെ അതുകൊണ്ടായിരിക്കും. ചില ആൾക്കാർ പറയുന്നുണ്ട് അനീഷ് ഭയങ്കര സ്ട്രോങ് ഗെയിമറാണെന്ന് ഇവർക്കറിയാം, അപ്പോൾ അനീഷിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അനീഷ് ചോദിക്കും, എന്തിനാണ് അതിലെ ചെയ്യുന്നത്, എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ ഇത് പക്ഷേ ടാസ്ക് പറയുമ്പോൾ അയാൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കണ്ട ഒരാളാണ്. ഗെയിം കണ്ട അയാൾക്ക് അറിയില്ലേ ടാസ്ക് എന്താണെന്ന്. ശോഭ വിശ്വനാഥിനെയൊക്കെ ഇതുപോലെ തന്നെ പ്രാങ്ക് ചെയ്താണ്. അപ്പോൾ അയാൾക്ക് ടാസ്ക് അറിയാവുന്നതുകൊണ്ട് അയാൾ തീർച്ചയായിട്ടും സമ്മതിക്കും. അങ്ങനെ ഇവരൊക്കെ ടാസ്ക് കാണാത്തതുകൊണ്ടാണ് ഇവർ വിചാരിക്കുന്നത് അനീഷ് അതിന് നിൽക്കൂല. ഇതൊരു ടാസ്ക് ആണെന്ന് അയാൾക്കറിയാം. അയാൾ ഗെയിം കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പം ഞാനിവിടുന്ന് റിവ്യൂ പറയുന്ന ഈ മുഴുവൻ 100 ദിവസത്തെയും ഗെയിം കണ്ടിട്ടല്ലേ, ലൈവ് മുഴുവൻ കണ്ടിട്ടല്ലേ ഞാൻ ഈ റിവ്യൂ പറയുന്നത്. ഞാൻ അടുത്ത ബിഗ് ബോസിൽ പോയാൽ എനിക്ക് അത്യാവശ്യം അറിയില്ല എന്തൊക്കെയാണ് ടാസ്ക്. അപ്പോൾ നമ്മൾ പിന്നെന്തോ ആ ടാസ്ക് മോശമാക്കൂ. അപ്പോൾ ഈ ടാസ്ക് കണ്ടിട്ട് വന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഷാനവാസിനെയൊക്കെ സംബന്ധിച്ചുള്ള ഇങ്ങനെ ഒരു ടാസ്ക് ഒന്നും കണ്ടിട്ടില്ല. അതിൻ്റെ പ്രശ്നമാണ് അവർക്ക്. അവർ വിചാരിക്കുന്ന അനീഷ് എന്നാൽ അനീഷിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല, അനീഷ് സമ്മതിക്കില്ല. അനീഷ് വേറുള്ള കാര്യത്തിനാണ് അനീഷ് പറയുന്നത്. അനീഷ് പറയുമ്പോൾ ഇവർ അംഗീകരിക്കാത്തതുകൊണ്ടാണ് അനീഷ് 10 പ്രാവശ്യം പറയേണ്ടി വരുന്നത്. ഇതൊക്കെ അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അനീഷിന് ഷാനവാസിനുള്ള ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്
അവിടെ കട്ടായിരിക്കുകയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ ഒരുമിച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അനീഷിന് ഭയങ്കര വിഷമമായി ഗൈസ്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. 1-2 പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ